ഹായ് എവരിവൺ, എസ് ബി ഐ ക്ലർക്കിൻ്റെ പ്രിലിംസ് ഇന്ന് മോർണിംഗ്, അതായത് ഫെബ്രുവരി 28-ാം തീയതി രാവിലെ മോർണിംഗ് ഫസ്റ്റ് ഷിഫ്റ്റിൻ്റെ അനാലിസിസ് ആണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് ഷിഫ്റ്റിന് എന്തൊക്കെ ചോദിച്ച് നോക്കാം. ഇംഗ്ലീഷ് നോക്കുമ്പോൾ RC റീഡിംഗ് കോംപ്രഹെൻഷൻ എല്ലാ ഷിഫ്റ്റും ചോദിക്കുന്ന പോലെ തന്നെ 9-10 ക്വസ്റ്റ്യൻ ആണ്. ഈ വട്ടം 9 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതിൽ 2-3 വേർഡ് ബേസ്ഡ് ഒക്കാബുലറി ബേസ്ഡ് ആണ് കേട്ടോ. 2-3 ഒക്കാബുലറി ബേസ്ഡ് ആണ്. ആൻറ്റണിംസ് ആൻഡ് സിനോണിംസ് അതാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഒന്ന് എറസ്പോർട്ടിംഗ് പഴയ മോഡൽ. ഒരു സെൻറ്റൻസിനെ 5 സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിൽ ഏത് പാർട്ടിലാണ് മിറർ വരുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്, 5 എണ്ണം. അത് കഴിഞ്ഞാൽ ഫ്രേസൽ റീപ്ലേസ്മെൻറ്റ്, അത്യാവശ്യം നമ്മൾ എല്ലാ ഷിഫ്റ്റിലും കാണുന്നുണ്ട് ഈ സാധനം. അപ്പോൾ ഫ്രേസൽ റീപ്ലേസ്മെൻറ്റിൻ്റെ 3 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുപോലെ വേർഡ് അറേഞ്ച്മെൻറ്റും 5 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുപോലെ വേർഡ് യൂസേജ് 2 ക്വസ്റ്റ്യൻ, ക്ലോസസ്റ്റ് 6 ക്വസ്റ്റ്യൻ. ഈ ഒരു സാധനം എല്ലാ ഷിഫ്റ്റും വരുന്നുണ്ടോ. ക്ലോസസ്റ്റ് 6 ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഈ പറഞ്ഞ റീസണിങ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് സർക്കുലർ സീറ്റിങ് എനിക്കൊന്ന് കഴിഞ്ഞ ഷിഫ്റ്റിൽ അല്ലെങ്കിൽ ഇന്നലെ നടന്ന ഷിഫ്റ്റിലൊന്നും സർക്കുലർ ചോദിച്ചില്ലായിരുന്നു. പക്ഷേ ഈ ഷിഫ്റ്റിൽ സർക്കുലർ സീറ്റിംഗ് ചോദിച്ചിട്ടുണ്ട്, 5 ക്വസ്റ്റ്യൻ. ബോക്സ് ബേസ്ഡ് പസിൽ വന്ന് 5 എണ്ണം വന്നിട്ടുണ്ട്. മന്ത് ബേസ്ഡ് പസിൽ 5 എണ്ണം വന്നിട്ടുണ്ട്. കമ്പാരിസൺ പസിൽ 3 എണ്ണം. അൺസർട്ടൈൻ ലൈൻ അതിൽ 15 പേരാണ് മൊത്തം വരുന്നത്. അതിൻ്റെ ഒരു പസിൽ 4 മാർക്കിൻ്റെത്. പിന്നെ മിക്സ്ഡ് സീരീസ് 5. മിക്സ്ഡ് സീരീസ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ആൽഫബറ്റും ഈ നമ്പറും ഒക്കെ വെച്ചിട്ടുള്ള ഒരു സീരീസാണ്. അതിൻ്റെ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇന്നലെ നടന്ന പോലെ ഇന്നലെ ഒരുപാട് കുട്ടികൾക്ക് പണി കിട്ടിയത് ആൽഫബറ്റ് സീരീസ് വരുമ്പോൾ ഇത് നല്ല നീളം ഉണ്ടാവും. അപ്പോൾ ശരിക്കും ഡ്രാഗ് ചെയ്താൽ മാത്രമേ ഫുള്ള് കാണാൻ പറ്റൂ. അത് ഓർത്തിരിക്കുക. ഡ്രാഗ് ചെയ്യാതെ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പകുതിയിൽ അല്ലെങ്കിൽ ആ സീരീസിൻ്റെ പകുതി വെച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അത് ഓർത്തിരിക്കുക കേട്ടോ. അടുത്തപ്പോൾ ഈ 2 സെക്ഷനും ഡോബിളാണ് ശരിക്കും. ഏകദേശം ഇവർ പറയുന്നത് 24-26 പേരെ സ്കോറിംഗ് ആണ് ഇംഗ്ലീഷിൽ നിന്നാണ് എഴുതിയ കുട്ടികൾ പറഞ്ഞിട്ടുള്ളത്. റീസണിങ് നോക്കുവാണെങ്കിലും ഇതേപോലെ തന്നെ നല്ല സ്കോറിംഗ് ആയിരുന്നു. 30-32 വരെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത്. ഓക്കെ, അടുത്ത മാത്സിലോട്ട് പോകുമ്പോൾ സ്ഥിരം കാണുന്ന പാറ്റേൺ ആണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചോദിച്ച അതേ സെയിം പാറ്റേൺ ആണ്. സിംപ്ലിഫിക്കേഷൻ്റെ 9 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുപോലെ ടേബിൾ DI 5 ക്വസ്റ്റ്യൻ, ലൈൻ DI 5 ക്വസ്റ്റ്യൻ. ഈ DI ടേബിളും ലൈനും തന്നെയാണ് ഇന്നലെയും എല്ലാ ഷിഫ്റ്റിലും ചോദിച്ചു കേട്ടോ. അതിൻ്റെ കൂടെ കേസിലിട്ട് ഇന്നലെ 3rd ഷിഫ്റ്റിൽ ചോദിച്ചിരുന്നു. അതേപോലെ ഈ വട്ടവും ഫസ്റ്റ് ഷിഫ്റ്റിൽ കേസിലിട്ട് വന്നിട്ടുണ്ട്. 5 ക്വസ്റ്റ്യനാണ് കേസിലിട്ട് വന്നിട്ടുണ്ട്. ബാക്കി ഈ പറഞ്ഞ പോലെ അരിത്തമെറ്റിക് ക്വസ്റ്റ്യൻസ് ആണ് ഫുള്ളും. അത് 11 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ പറഞ്ഞ കോൺട്രാക്റ്റിക്കും നമ്പർ സീരീസ് ഒന്നും ഒരു ഷിഫ്റ്റിലും വരുന്നില്ല. ഇപ്പോൾ കംപ്ലീറ്റ്ലി അരിത്തമാറ്റിക് ആണ് വരുന്നത് ഈ SB ക്ലർക്കിൻ്റെ എല്ലാ ഷിഫ്റ്റിലും. അപ്പോൾ അത് ഓർത്തിരിക്കുക. അപ്പോൾ ഉറപ്പായിട്ടും അരിത്തമാറ്റിക് അത്യാവശ്യം നല്ല രീതിയിൽ വരുന്നുണ്ട്. അതിലൊരു 5-6 ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്നതുമാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ പറഞ്ഞ പോലെ 25-26 ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. ഇപ്പോൾ ഓവറോൾ നോക്കുവാണെങ്കിൽ നല്ലൊരു അറ്റംപ്റ്റ് വരുന്നുണ്ട്. ഏകദേശം 79 അല്ലെങ്കിൽ ഒരു 83 ഇടയിലൊക്കെ നല്ല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്യുന്ന കുട്ടികളുണ്ട്. അങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റിയത്. സോ എനിവേ നമുക്കിനി ഒരു 3 ഷിഫ്റ്റ് വരുന്നുണ്ട്. അപ്പം ഈ ഒരു ഓവർവ്യൂ വെച്ചിട്ട് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് ആ മനസ്സിൽ കണ്ടിട്ട് പോസിറ്റീവ് മൈൻഡോടെ പോയി ഉറപ്പായിട്ട് എഴുതുക. എല്ലാവർക്കും എക്സാം കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്.